الحمد لله الحي القيوم الذي لا يموت ذي الملك والملكوت والعزة والجبروت. أحمد ربي وأشكره وأتوب إليه وأستغفره، وأشهد أن لا إله إلا الله وحده لا شريك له القاهر فوق عباده يفعل ما يشاء ويحكم ما يريد. وأشهد أن نبينا وسيدنا وحبيبنا محمدا عبده ورسوله. اللهم صل وسلم وبارك على عبدك ورسولك محمد المجتبى وعلى آله وصحبه الحنفاء. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എല്ലാം അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമീആയ, ബസീറായ, ഖബീറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ നമ്മുടെ ചില ഖുതുബകളിൽ, ഒന്ന് രണ്ട് ഖുതുബകളിൽ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും ഒരുക്കവും നടത്തി പരലോക വിജയം നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. അതോടുകൂടി നമുക്ക് ആ വിഷയം ഇന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു ഒരുപാട് നിയമങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ചിടത്തും ആ നിയമങ്ങളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞിടത്തും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരാറുകൾ പാലിക്കുക എന്നുള്ളത്. വാക്ക് ഒരു കരാറാണ്. മറ്റു ഇടപാടുകളിൽ നമ്മൾ ആളുകളുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുമ്പോൾ അവിടെ ചില കരാറുകൾ ഉണ്ടാക്കാറുണ്ട്. ആ കരാറുകൾ നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. കരാറ് പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവോടുള്ള കരാറുകളുണ്ട്. നമ്മൾ അനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അതൊരു കരാറാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറുള്ളവനാണ് ഞാൻ എന്ന് ഓരോ ദിവസവും നമ്മൾ പറയുന്നു. നമ്മളെ കൊണ്ട് റബ്ബ് പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമസ്കാരത്തിൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് റബ്ബിനോടുള്ളൊരു കരാറാണ്. അപ്പൊ ആ കരാർ പിന്നെ ലംഘിക്കാൻ പാടില്ല. വാനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം വരുമ്പോ അതിനേക്കാൾ നല്ലത് ഇതാണ് എന്നോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ പിറകെ പോകുന്നു എന്നോ ഒരു മുസ്ലിം ചിന്തിക്കാൻ പാടില്ല. കാരണം അതൊരു കരാറാണ്. വാനമിനൽ മുസ്ലിമിനെ ലംഘിക്കാൻ പാടില്ല. ഇതാണ് കരാറുകളിൽ ഒന്ന്. രണ്ടാമത്തെ കരാറ് ആളുകൾ തമ്മിലുണ്ടാക്കുന്ന കരാറുകൾ. വാക്ക് പറയുന്നുണ്ടാകാം, അതിൽ അമാനത്തും പെടും, വസ്തുക്കൾ ഏൽപ്പിക്കുന്നത് പെടും. അതും കരാറുകൾ എഴുതിയും കരാറുകൾ പറഞ്ഞുമാണ് പലതും ഏൽപ്പിക്കാറുള്ളത്. ഇങ്ങനെയുള്ള കരാറുകൾ, വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങൾ, അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് റബ്ബിന്റെ പ്രത്യേകമായ ചോദ്യമുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ 15-ാമത്തെ ആയത്ത്. ആ സുഹൃത്തിന് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചെയറുണ്ട്, ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്.
വകാന അഹദുല്ലാഹി മസ്ഊല. അള്ളാഹിന്റെ കരാറുകൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 15-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇസ്രായിൽ 34-ാമത്തെ ആയത്ത്. ഒരു വിശ്വാസി ചെയ്യണം എന്ന് പറഞ്ഞും ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടും അല്ലാഹു തആല ഉപദേശിക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ സൂറത്തുൽ ഇസ്രായിൽ കാണാം. അതിൽ വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല മാർഗത്തിലൂടെയല്ലാതെ അനാഥയുടെ സ്വത്തിലേക്ക് നീ അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനാഥകളുടെ സ്വത്ത് ചിലപ്പം കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് കൈകാര്യം ചെയ്യേണ്ടത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. തൻ്റെ ലാഭം തനിക്ക് എന്തെങ്കിലും നേടിയെടുക്കുക, അതിൽ അനീതിയും അക്രമവും കാണിക്കുക, ആ ചിന്തയോടുകൂടി അടുക്കാനേ പാടില്ല. പിന്നെയോ നിങ്ങൾ അഹ്ദുകൾ, കരാറുകൾ പാലിക്കണം. ആ കരാറുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. നമ്മൾ എത്ര ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അപ്പം വരാം. അതൊരു കരാറാണ്. ആ സഹോദരൻ അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചു വിളിക്കാം. കരാറെന്ന് പറയുമ്പോൾ നമ്മളെ വലിയൊരു കെട്ടിടം അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ് വാടക കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന കരാറ് മാത്രമല്ല, വാക്കുകൾ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും പറയുന്ന കരാറുകളുണ്ട്. അതെല്ലാം റബ്ബിനടുക്കൽ ചോദ്യമാണ്. ഇന്നല്ലാഹിദകാന മസ്ഊല, അഹ്ദുകൾ, കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു തആല വിജയിക്കുന്ന വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൽ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. വിശ്വാസികൾ ആരാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു. അവരാരാണ്? അല്ലദീന എന്ന് പറഞ്ഞ് കുറെ വിശേഷണങ്ങൾ പറയാം. അതിൽ പിന്നെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ് അവർ. എന്ത് അമാനത്ത്? വിശ്വസിച്ചേൽപ്പിച്ച വാക്ക്, അത് അമാനത്താണ്. വിശ്വസിച്ചേൽപ്പിച്ച വസ്തു, അത് അമാനത്താണ്. അധികാരം, അത് അമാനത്താണ്. ഒരു സ്ഥാപനത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെയോ നേതൃത്വം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതും ഒരു അമാനത്താണ്. ജീവിതം മുഴുവൻ അമാനത്തായിട്ടാണ് വരുന്നത്. ആ അമാനത്തുകൾ പാലിക്കുന്നവർ, അതിലും കുറെ കരാറുകൾ ഉണ്ടാകും. അത് കഴിയാത്തവനത് ഏറ്റെടുക്കരുത്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം, ഒരു അമല് നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബൂദർ, അല്ലയോ അബൂദർ, ഇന്നക ലഈഫ്, നീ ദുർബലനാണ്. വയ്യാത്ത പണിക്ക് നിൽക്കരുതെന്നർത്ഥം. നീ ആളൊരു ദുർബലനാണ്. കാരണം അതൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാനും അതിൽ ചിലപ്പോൾ ഒന്ന് ഉറച്ചു നിൽക്കേണ്ട സ്ഥാനത്തൊക്കെ ഉറച്ചു നിൽക്കാനും ഒന്ന് താഴേണ്ട സമയത്ത് താഴാനൊക്കെ കഴിവുള്ള ആളുകളായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നീ ദുർബലനാണ്, നിനക്കതിന് കഴിയില്ല. വൈന്നഹ അമാനത്തുൻ, അത് അമാനത്താണ്. വൈന്നഹ യൗമൽ ഖിയാമത്തി ഖിസിയും വനദാമ, അത് ഖിയാമത്ത് നാളിൽ അപമാനത്തിനും ദുഃഖത്തിനും കൂടി കാരണമാണ്. ഇല്ലാ മൻ അഖദഹാ ബിഹഖ്ഖിഹാ വഅബ്ദല്ലദി അലൈഹി ഫീഹാ, എന്നാൽ അതിന്റെ കൃത്യമായ അവകാശങ്ങൾ കൊടുത്ത് ആ അമാനത്തും കരാറൊക്കെ നടത്തി കഴിഞ്ഞാൽ കൃത്യമായത് പാലിക്കുകയാണെങ്കിലോ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അത് പരലോകത്ത് ഖിസിയും വനദാമ, നിന്ദ്യതയാണ്, അപമാനത്തിനും കാരണമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വാക്കുകളായും മറ്റും ഏത് നിലക്കും നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ എന്ത് കരാറുകളുണ്ടോ അതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ കണ്ണ്, നമ്മുടെ കേൾവി, നമ്മുടെ ഹൃദയം. ഒരു മനുഷ്യന്റെ എല്ലാ നന്മക്കും തിന്മക്കും എല്ലാം കാരണമായി തീർന്ന അവയവങ്ങളാണ് അതൊക്കെ. കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമ് കണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ പരാജയപ്പെടാം. ഈ കണ്ണുകൊണ്ടും നന്മ ഉപയോഗിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ചെവിയും. അതിനൊക്കെ അടിസ്ഥാന കാരണമായി വരുന്നത് നമ്മുടെ ഹൃദയവും. കാരണം ഇവിടുന്ന് ആ ചിന്ത വരുന്നത്, ആ ചിന്തക്കനുസരിച്ച് കൊണ്ടാണ് മറ്റുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. അതുകൊണ്ട് അവിടെയും ചില നിർദ്ദേശങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. സൂറത്തുൽ ഇസ്രായിൽ തന്നെ 36-ാമത്തെ ആയത്ത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. നമ്മൾ പറയും, ഞാൻ കേട്ടു, കേൾക്കാത്തത് പറയാം, ഞാൻ കണ്ടു, കാണാത്തത് പറയാം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. എല്ലാം കേൾക്കണം എന്നില്ലല്ലോ, ആവശ്യമുള്ളതും കേട്ടാൽ മതി. ദീപത്ത് കേൾക്കാൻ, നമീമത്ത് കേൾക്കാൻ, നുണ കേൾക്കാൻ, അപവാദങ്ങൾ കേൾക്കാൻ, കുപ്രചരണങ്ങൾ കേൾക്കാൻ നമുക്ക് എന്ത് രസമാണ്.
പക്ഷേ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ആ ചെവി നാളെ റബ്ബ് ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മനുഷ്യ, നിന്റെ കാഴ്ചയും മനുഷ്യ നിന്റെ കേൾവിയും നിന്റെ ചിന്തയും നിന്റെ ഹൃദയവും അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നല്ലത് ചിന്തിക്കുക, മനസ്സിൽ നല്ലത് വരട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ടത് അസൂയയുടെയും പകയുടെയും അതേപോലെ തന്നെ കിബറിന്റെയും ചിന്തകളോ ആശയങ്ങളോ അല്ല. നന്മകൾ വരണം. തൻ്റെ സഹോദരന്റെ വേദന, തൻ്റെ സഹോദരന്റെ പ്രയാസം, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ എന്നതിന് പറയാം. അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കണ്ണും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആ കണ്ണ് എല്ലാ തിന്മകളുടെയും തുടക്കമാണ്. കണ്ണ് എല്ലാ തിന്മകളുടെയും തുടക്കമാണ് നോട്ടം. അതുകൊണ്ടാണ് കണ്ണ് താഴ്ത്താൻ പറഞ്ഞത്. കാരണം കണ്ണ് താഴ്ത്താതിരുന്നാൽ അത് ചില ചിന്തകൾക്ക് കാരണമായി മാറും. അത് പിന്നെ വലിയ തിന്മകൾക്കും വലിയ തെറ്റുകൾക്കും കാരണമായി മാറും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാണേണ്ടത് കാണുക, കേൾക്കേണ്ടത് കേൾക്കുക. അപ്പൊ കണ്ണുകൊണ്ട് അതിന്റെ കാര്യത്തിൽ അള്ളാഹ് ചോദ്യം ചെയ്യുന്നു പറഞ്ഞാൽ ഹറാമ് കാണരുത്, കേൾക്കരുത് എന്ന് മാത്രമല്ല, കേൾക്കേണ്ടത് ആ കണ്ണുകൊണ്ട് കേൾക്കണം. അത് തന്ന അവയവമാണ്. ഖുർആൻ കേൾക്കണം, കേൾക്കാൻ പറഞ്ഞതാണ്. ഉപദേശങ്ങൾ കേൾക്കണം, കേൾക്കാൻ പറഞ്ഞതാണ്. അത് കേട്ടിട്ടുണ്ടോ, അതും ഒരു ചോദ്യമാണ്. നീ കണ്ടുകൊണ്ട് കാണേണ്ട ചില കാര്യങ്ങളുണ്ട്, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചിന്തിച്ചിട്ടുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അതും റബ്ബിന്റെ ചോദ്യമാണ്. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ അതും റബ്ബിന്റെ ചോദ്യമാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ജീവിതം, അതിനാ മുത്തഖിയുടെ ജീവിതം എന്ന് പറയാം. അതല്ലേ സ്വഹാബികൾ തഖ്വനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്? മുള്ളുള്ള സ്ഥലത്ത് കൂടെ ഒരാൾ എങ്ങനെ നടക്കുക, ആ നടത്തത്തിനാണ് തഖ്വ എന്ന് പറഞ്ഞു. ഇങ്ങനെ നടക്കുക, അവിടെ ഓടിപ്പോകൂല, ശ്രദ്ധിച്ചിട്ടാ നടക്കുക. തുണി ഒന്ന് പൊക്കി പിടിക്കും, അല്ലെ? കാലിൽ മുള്ളു തറക്കുമോ ശ്രദ്ധിക്കും, അപ്പുറത്ത് അതിനേക്കാൾ വലിയ മുള്ളുണ്ടോ നോക്കും. അങ്ങനെ ഒരാൾ ശ്രദ്ധിച്ചു നടക്കുക, ആ നടത്തത്തിന്റെ പേരെ തഖ്വ. അപ്പൊ ഈ കണ്ണും കാതും ഹൃദയമൊക്കെ സൂക്ഷിച്ചുള്ള ജീവിതം, ആ നിലയ്ക്ക് നമ്മൾ അതിനൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തഖുൽ റഅയ്തു വലം തറ. കാണാത്തത് കണ്ടു നീ പറയരുത്. വസമിഅതു വലം തസ്മഅ. കേൾക്കാത്തത് കേട്ടു എന്ന് പറയരുത്. ഫഇന്ന അല്ലാഹ തബാറക വതആല സائലുക അൻ ദാലിക കുല്ലിഹി. അല്ലാഹു തആല അതിനോട് കുറിച്ചെല്ലാം നിന്നോട് ചോദ്യം ചോദിക്കും. നമ്മളെ മനസ്സിലല്ലേ ആളുകളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വരിക? അവൻ എങ്ങട്ടാ പോണത്, എന്തോ ഒന്നുണ്ട്, അല്ലേ? എന്തുണ്ടായിക്കോട്ടെ, നമ്മളെന്തിനാണ് ഇവരുടെ ചിന്ത കൊണ്ട്? ഊഹാപോഹങ്ങള്, തെറ്റിദ്ധാരണകള്. വിശ്വാസികളെ, ഊഹം പാടില്ല. ഊഹങ്ങളിൽ പലതും പാപമാണ്. ചാരപ്പണി നടത്തരുത്. പരസ്പരം പരദൂഷണം, ഗീബത്ത് പറയരുത്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നാവ് സൂക്ഷിക്കാം, നല്ലതിന് ഉപയോഗിക്കാം. നാവിനെ സൂക്ഷിക്കണം. എന്താ നല്ലതിന് ഉപയോഗിക്കാറില്ല? സ്വലാത്ത് ചൊല്ലിക്കോളി, ഖുർആൻ ഓതിക്കോളൂ, ദിക്റുകൾ ചൊല്ലിക്കോളൂ, ദഅവത്ത്, നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ, ഇതെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. അതേ നാവ് കൊണ്ട് യേശുനി പറയാം, കളവ് പറയാം, പരദൂഷണം പറയാം, ആരോപണം പറയാം. നാട്ടിൽ വലിയൊരു ഫിത്ന ഉണ്ടാകാൻ നാവ് മാത്രം മതി. അപ്പോ ഈ അവയവങ്ങളെല്ലാം നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഇനി സഹോദരന്മാരെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഒരു നിർദ്ദേശം. ഇന്നല്ലാഹ അസ്സ വജല്ല യൗമുൽ ഖിയാമ. അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ പറയും. നമ്മളിത് പലപ്പോഴും കേട്ട ഹദീസാണ്, എങ്കിലും വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, മരിൽതു ഫലം തഉദിനി. ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. ഖാല, അവൻ ചോദിക്കും, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കാം? നീ റബ്ബുൽ ആലമീൻ അല്ലേ, ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കാൻ വരും? അല്ലാഹു തആല അപ്പോൾ അവനോട് പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ. എൻ്റെ ഇന്ന അടിമ മരിള, രോഗിയായി എന്ന് നീ അറിഞ്ഞല്ലോ. ഫലം തഉദുഹു, പക്ഷേ നീ സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജബ്തനി അബ്ദഹു. നീ അവിടെ ചെന്നിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗിയായാൽ പോയി കാണണം എന്നുള്ളത് അള്ളാന്റെ നിർദ്ദേശമാണ്. നീ പോയിട്ടില്ലെങ്കിൽ അള്ളാന്റെ ചോദ്യം ഉണ്ട് എന്നർത്ഥം. നമ്മൾ പഠിക്കേണ്ട എപ്പോഴത്തെ പാഠം അതാണ്. ആ രോഗ സന്ദർശനത്തിന്റെ മഹത്വ പ്രതിഫലമൊന്നും പറയാല്ല, അത് വേറെ വിഷയമാണ്. നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ അറിയുന്ന ഒരാൾ കുടുംബത്തില്, അയൽവാസികൾ, നാട്ടുകാരില് രോഗിയായി കിടന്നു എന്നറിഞ്ഞാൽ പോയി സന്ദർശിക്കണം, അല്ലെങ്കിൽ റബ്ബിന്റെ ചോദ്യമുണ്ട്. ഒന്ന്, യബ്ന ആദം, അല്ലയോ മനുഷ്യ,
ആദമിന്റെ പുത്ര, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, ഫലം തുത്ഇമിനി, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. ഖാല, അപ്പോൾ ചോദിക്കുകയാണ് അവൻ, യാ റബ്ബി വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ ആണല്ലോ, നിനക്ക് എങ്ങനെ ഞാൻ ഭക്ഷണം തരിക? അല്ലാഹ് പറയും, അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാൻ, എൻ്റെ അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചു, ഫലം തുത്ഇംഹു, നീ ഭക്ഷണം കൊടുത്തില്ല. അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദത ദാലിക ഇൻദി, നീ അത് കൊടുത്തിരുന്നെങ്കിൽ, ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അത് നിനക്ക് എൻ്റെ അടുക്കൽ കാണാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവന് നീ ഭക്ഷണം കൊടുത്താൽ അതിന്റെ പ്രതിഫലം, അതിന്റെ ഗുണം ഇഹലോകത്തും പരലോകത്തിന് കിട്ടുമായിരുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ കുടുംബക്കാരിൽ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ വിശപ്പ് സഹിക്കുന്ന ബുദ്ധിമുട്ടുന്ന ദരിദ്രന്മാരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ബാധ്യത സഹോദരങ്ങളെ നമ്മൾക്കുണ്ട്. നമ്മൾ ചെയ്യാത്ത പക്ഷം അള്ളാഹുവിന്റെ ചോദ്യം എന്നർത്ഥം. ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊന്ന്, ആദം അല്ലയോ ആദമിന്റെ പുത്ര, ഇസ്തസ്ഖൈതുക, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, ഫലം തസ്ഖിനി, നീ എനിക്ക് വെള്ളം തന്നില്ല. നേരത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പൊ അള്ളാഹ് പറയും, എൻ്റെ ഇന്ന അടിമയ്ക്ക് വെള്ളം ആവശ്യമുണ്ടായിരുന്നു, അവന് നീ കൊടുത്തിരുന്നെങ്കിൽ നിനക്കത് എൻ്റെ അടുക്കൽ കാണാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മിൽ ഏൽപ്പിച്ച കുറേ ബാധ്യതകളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഹക്കുൻ അലൽ മുസ്ലിം സിത്തുന്ന്, അതൊക്കെ നമ്മൾ ഖുതുബകൾ പലവട്ടം കേട്ട കാര്യങ്ങളാ. അതൊക്കെ ഹദീസ് പല തവണ കേട്ടതല്ലേ എന്ന് നിലക്ക് നമ്മളിങ്ങനെ കേട്ടുവിടാറുണ്ട്. പക്ഷേ ഇതൊക്കെ റബ്ബിന്റെ ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർമ്മയോടുകൂടി നമ്മൾ ജീവിക്കുക. നമ്മൾ നമ്മളെ കുറിച്ചൊരു വിചാരണ നടത്തുക. ഇപ്പൊ ഞാനിവിടെ നിന്ന് പറഞ്ഞ് ഞാൻ എല്ലാ വിചാരണക്കും റെഡി ആയിട്ടുണ്ട്, നിങ്ങളൊക്കെ റെഡി ആയിക്കോളി എന്ന അർത്ഥത്തിലല്ല. നമ്മളെല്ലാവരും അവനവനെ കുറിച്ചൊരു ആലോചന. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യും. ഞാനിത് ചെയ്തിട്ടുണ്ടോ, ഞാനിത് ചെയ്തിട്ടില്ലേ, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടോ, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ടില്ലേ, അതാണ് വിചാരണ. ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ മൊബൈൽ ഫോണല്ല. ഇന്നത്തെ ഉറക്കം അങ്ങനെയാണല്ലോ, ശൈത്താന്റെ തൃപ്തിയോടുകൂടിയുള്ള ഉറക്കം. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിടൊന്നും ആലോചിക്കൽ. സുബൈ മുതൽ ഈ സമയം വരെ എന്നിൽ വന്നു പോയ നന്മകളും തിന്മകളും ഒരു വിചാരണ, എന്നിട്ടൊരു തൗബ, ഒരു ഇസ്തിഗ്ഫാർ. നേരം പുലർന്നാൽ നമ്മൾ ഉണ്ടാവുമെന്നൊരു ഉറപ്പൊന്നുമില്ലല്ലോ. ഹാസിബു ഖബ്ല അൻ തുഹാസബു, അള്ളാഹിന്റെ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങളൊരു വിചാരണ ചെയ്യുക. വസിനു അഅമാലകും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ഒന്ന് തൂക്കിക്കണക്കാക്കുക. ഖബ്ല അൻ തുസന അലൈക്കും, നാളെ അള്ളാഹ് തൂക്കുന്നതിന് മുമ്പ് എനിക്ക് എത്രത്തോളം നിസ്കാരമുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞില്ലേ, ആ നമസ്കാരത്തിൽ വന്ന പോരായ്മകൾക്ക് പരിഹാരമായി എനിക്ക് എത്ര സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഞാൻ കൊടുത്ത സക്കാത്തുകൾ പോരായ്മകളുണ്ടോ? ആ സക്കാത്തിന് പരിഹാരമായി ഞാൻ കൊടുത്ത സ്വതക്കകൾ എത്രയാണ്? സ്വതക്കത്തുൻ ജാരിയ എന്നല്ല പറഞ്ഞു പഠിപ്പിച്ചു വന്നു. എന്താ സ്വതക്കത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ, ഇന്നങ്ങോട്ട് കൊടുത്താൽ നമ്മൾ പരലോകത്തിൽ എത്തോളം അതിന്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സംഗതി. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ പുത്തമ്പള്ളിയിലുള്ള ഒരു മദ്രസയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം. സഹോദരന്മാരെ, നൽകുക. നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകാനുള്ളവരല്ല. ഞാനപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് നിർത്തിയിട്ട് പിരിവിന് വേണ്ടി പറയാനല്ല. നമ്മൾ നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ഒരുക്കി വെച്ചു എന്ന് പറയാൻ, അല്ലേ? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ ഒരു വാക്ക് പറഞ്ഞതല്ല. തബൂക്ക് യുദ്ധത്തിലേക്ക് സ്വന്തം വീട്ടിലെ എല്ലാം കൊണ്ടുപോയി കൊടുത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രം, തൻ്റെ കയ്യിലുള്ള സ്വത്തിന്റെ പകുതി കൊണ്ടുപോയി കൊടുത്ത ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം, മദീനത്തെ പള്ളിയും മക്കത്തെ പള്ളിയും എല്ലാം വികസിപ്പിക്കുമ്പോൾ അതിന് സ്ഥലം വാങ്ങാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പണം കൊടുത്തതിന്റെ ചരിത്രം. ഇന്നും ആ സ്ഥലമൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരില എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ പേരാക്കി നല്ല പറഞ്ഞത്, പ്രതിഫലം ഉസ്മാനാ പോണത്. കാരണം ആ സ്ഥലമൊക്കെ അദ്ദേഹം വാങ്ങിക്കൊടുത്തതാ. അങ്ങനെ സഹായിമാർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവർ പോയ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരം വരുമ്പോൾ കൊടുക്കുക. നാളെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ നിങ്ങളുടെ ആ സ്ഥാപനത്തിന് ആവശ്യമായ നിനക്കൊരു 10 ചാക്ക് സിമെന്റ് ഞാൻ തരാം, അല്ല അതിനാവശ്യമായ കമ്പി ഞാൻ തരാം. അപ്പൊ കഴിഞ്ഞ ഒരു വീട് ആവശ്യം വന്നപ്പോൾ ഞാനൊരു സഹോദരനോട് ബന്ധപ്പെട്ട് ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വീടിന്റെ വാർപ്പിനുള്ള സിമെന്റ് ഞാൻ വാങ്ങിത്തരാം, ഒരു 100 ചാക്ക് സിമെന്റ് ആ സുഹൃത്ത് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ വീട് നിലനിൽക്കുന്നിടത്തോളം കാലം അവിടുത്തെ ആളുകളുടെ പ്രാർത്ഥന അവർക്കുണ്ടാവും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ, വളർന്നു വരുന്ന മക്കളെ ദീന്, അല്ലെ, അമലിയാത്ത് ദീനിയാത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ?
സ്വഭാവവും വിശ്വാസവും കർമ്മവും ആചാരവും അനുഷ്ഠാനവും ഖുർആനും ഹദീസും ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ. നമ്മളാണ് പണം കൊടുക്കേണ്ടത്, നമ്മളതൊക്കെ നിലനിർത്തി പോകേണ്ടത്. അപ്പം അതിനാവശ്യമായ സഹായങ്ങൾ നിങ്ങൾ കൊടുക്കുക. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കുക. അലൈക്കും, അത് തൂക്കപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ്. അലങ്കാരത്തോടുകൂടി ഒരുങ്ങുക, നന്നായി ഒരുങ്ങുക. അക്ബർ, ആ വലിയ ഒരു സമർപ്പണം റബ്ബിന്റെ മുമ്പിലുണ്ടല്ലോ. അന്ന് എല്ലാവരും അവിടെ സമർപ്പിക്കപ്പെടും, ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ വലിയ സമർപ്പണത്തിന്റെ ദിവസം. ഇവിടെയുള്ള ചില സമർപ്പണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അത് താൽക്കാലികങ്ങളാണ്, രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ രക്ഷപ്പെടാൻ കഴിയാത്ത നിലക്ക് നമ്മുടെ എല്ലാം സമർപ്പിക്കപ്പെടുന്ന, റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന യൗമുൻ മശ്ഹൂദ് ഖുർആൻ പറഞ്ഞ ഒരു ദിവസമുണ്ട്. ഇതൊക്കെ ഉമർലാന്ന് പറഞ്ഞ കാര്യമാണ്. അന്ന് നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മളൊക്കെ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നസ്അലുല്ലാഹൽ അലീം ബിഅസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉലിയ അൻ യുഈനനാ അജ്മഈന അലൽ ഇസ്തിഅദാദി ലിയൗമി സുആൽ വഅൻ യുഅലിമ ലനാ അജ്മഈന ഫീ ദാലികൽ യൗമിൽ അതായ വൻ നവാൽ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അബൂ നഈം എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ഇമാം അബൂ നഈം എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബാണ് ഹില്യത്തുൽ ഔലിയാ. ഔലിയാക്കന്മാരുടെ അലങ്കാരം എന്നാണ് വാക്കിനർത്ഥം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലവരായ ആളുകളുടെ പഴയ കാലത്ത് ജീവിച്ച ആളുകളുടെ ചില ചരിത്ര ഭാഗങ്ങൾ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഗുണപാഠത്തിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഹില്യത്തുൽ ഔലിയാ. ആ കിതാബിൽ അദ്ദേഹം ഒരു വലിയ ഉപദേശം തരുന്നു. ഇമാം ഫുദൈൽ ബിൻ ഇയാദ് വലിയ പഴയകാല പണ്ഡിതനാണ്. അതുപോലെ തന്നെ നല്ല തഖ്വയോടുകൂടി ജീവിച്ച ഒരാൾ കൂടിയാണ് ഫുദൈൽ ബിൻ ഇയാദ്. മാത്രമല്ല താബികളുടെ അവസാന കാലഘട്ടത്തിൽ വന്ന താബികളിലെ പ്രഗത്ഭനായ പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഒരാളെ വഴിയിൽ വെച്ച് കാണുകയാണ്. ഒരു പ്രായം ചെന്നൊരാളാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അന്നത്തെ ആളുകളൊക്കെ ഏതൊരു വിഷയം വന്നാലും അതിനെ മരണവുമായിട്ടും പരലോകമായിട്ടൊക്കെയാണ് കൂട്ടി യോജിപ്പിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. അത് അവരുടെ ഈമാന്റെയും തഖ്വന്റെയും ഭാഗമാണ്. കാരണം അവർക്ക് മനസ്സിലെപ്പോഴും സ്വർഗത്തിലേക്ക് പോവുക, പരലോക വിചാരണ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് വിഷയം വന്നാലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ഒക്കെ അവർ പരലോകത്തേക്കും മറ്റും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നത്. അവ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പക്ഷി ഇങ്ങനെ പറക്കണ കണ്ടപ്പോൾ തൂബ ലക്കയാ ഖുറാബ്, അല്ലയോ കാക്കേ നിനക്ക് മംഗളം, നിനക്ക് സമാധാനം. തതീറുമിൻ ഹുനാ വഹുനാക്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കൊണ്ടിരിക്കുന്നു. ലാ അലൈക ഹിസാബും വലാ അദാബ്, നിനക്ക് ഹിസാബും ഇല്ല അദാബും ഇല്ല. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരു കാക്ക സ്വതന്ത്രമായി പറക്കുന്നത് കണ്ടപ്പോൾ അബൂബക്കർ ചിന്തിച്ച് സ്വർഗത്തേക്കാണ്, പരലോകത്തേക്കാണ്. നിനക്ക് എന്ത് സുഖമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി, എനിക്ക് അങ്ങനെ പോകാൻ പറ്റൂല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. നിനക്ക് വിചാരണയില്ല, എനിക്ക് വിചാരണയുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്നവരാ മുൻഗാമികൾ, സ്വഹാബികളും താബികളൊക്കെ. അതുകൊണ്ടാണ് ഫുദൈൽ ബിൻ ഇയാദ് ഒരാളെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, കം അബ്തത്ത് അലൈക്, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല സിത്തൂന സന, എനിക്ക് 60 വയസ്സായി. അപ്പൊ അടുത്ത ചോദ്യം ഇദ്ദേഹം, ഫഅൻത മുൻദു സിത്തീന സന വഅൻത തസീറു ഇലാ റബ്ബിക, ഈ 60 കൊല്ലമായിട്ട് നീ നിന്റെ റബ്ബിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പോയിന്റ് ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അങ്ങോട്ടാ?
ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. നിന്റെ റബ്ബിന്റെ അടുക്കിലേക്കാണ് നിന്റെ അവസാന ചെന്നെത്തിച്ചേരൽ. വേറെ എവിടേക്കും പോകാനില്ല. അപ്പൊ നമ്മുടെ ഈ യാത്ര ഉണ്ടല്ലോ, 1 വയസ്സ് 2 വയസ്സ് 10 ആയി 15 ആയി 20 ആയി 40 ആയി, ഈ പോക്ക് എവിടേക്ക? ഇലാ റബ്ബിക തസീർ. നീ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിന്റെ റബ്ബിലേക്കാണ്. വഖദ് ഔശക്ത അൻ തബ്ലുഗ്. നീ ഇപ്പൊ എത്താറായിട്ടുണ്ട്. 60 വയസ്സായില്ലേ, നീ അവിടെ എത്താറായിട്ടുണ്ട്. ഇത് അദ്ദേഹത്തോട് പറഞ്ഞെങ്കിൽ 70-ലുള്ളവർ 80-ലുള്ളവർ 82 84 90 ഒക്കെ ഉള്ളവർ അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോ ഫഖാല റജുലു, ഈ ഫുദൈൽ ഇബ്നു ഇയാദ് ഇദ്ദേഹത്തോട് പറഞ്ഞില്ല, നീ റബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതിപ്പോ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഗൗരവകരമായ ഒരു വാർത്ത കേട്ടപ്പോ ഇന്നാ ലില്ലാഹി മരിച്ചാൽ മാത്രം ചൊല്ലാനുള്ള ഒന്നല്ല. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു കാര്യം മുസീബത്തായിട്ട് വന്നാലും മുസീബത്തിനെ കുറിച്ച് കേട്ടാലൊക്കെ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. അപ്പൊ ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ റബ്ബിന്റെ അടുക്കിലേക്ക് എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പേടിയായി. അപ്പൊ അദ്ദേഹം പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ വാക്ക് കേട്ടപ്പോ ഫുദൈൽ ചോദിക്കുകയാണ്, തഅലമു മാ തഖൂൽ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം നിനക്കറിയോ? നമ്മളൊക്കെ പറയില്ല, ആരും മരിച്ചു എന്ന് കേട്ടാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് വാക്കായിട്ട് വന്നു. പക്ഷെ അത് കേട്ടപ്പോ ഫുദൈൽ ചോദിക്കുക, ഇപ്പൊ നീ പറഞ്ഞതിന്റെ വാക്ക് നിനക്ക് അർത്ഥം നിനക്കറിയാമോ? അവതഅലമു തഫ്സീറഹു. അതിന്റെ വ്യാഖ്യാനം വിശദീകരണം നിനക്കറിയാമോ? അപ്പൊ അദ്ദേഹം പറയാ, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരി. അപ്പോ ഫുദൈൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഖൗലുക ഇന്നാ ലില്ലാഹ്. നീ പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇന്നാ ലില്ലാഹി അബ്ദുൻ. ഞങ്ങൾ റബ്ബിന്റെ അടിമകളാണ്. ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ റബ്ബിന്റെ അടിമയാണ്. പിന്നെയോ ഖൗലുക ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം എന്താ? അന ഇലല്ലാഹി റാജിഊൻ. ഞാൻ റബ്ബിലേക്ക് മടങ്ങാൻ നിൽക്കുന്നവനാണ്. അപ്പൊ ഞാൻ റബ്ബിന്റെ അടിമയാണ്, ആ റബ്ബിലേക്ക് പോകാനുള്ളവനാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അദ്ദേഹം പറയാണ്, ഫൈദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ. നീ റബ്ബിന്റെ അടിമയാണെന്ന് നിനക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ, വഅന്നക ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് മടങ്ങുന്നവനാണെന്ന് ഉറപ്പും നിനക്കുണ്ടെങ്കിൽ, ഫഅലം, നീ അറിഞ്ഞോ, അന്നക മൗഖൂഫ്, ആ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. റബ്ബിന്റെ അടിമയെന്ന് പറഞ്ഞല്ലോ, നീ മടങ്ങൂന്നും പറഞ്ഞല്ലോ. മടങ്ങിയിട്ട് എന്താ വരാൻ പോണത്? അതിന്റെ അർത്ഥം എന്താ? ഇന്നാലില്ലന്റെ അർത്ഥം എന്താ? നീ ആ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ്. അതും നീ അറിയണം. വമൻ അലിമ ബിഅന്നഹു മൗഖൂഫ്, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഫൽയഅലം, നീ ഒരു കാര്യം കൂടി അറിയണം, ബിഅന്നഹു മസ്ഊൽ, ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് നീ എന്ന് പറഞ്ഞാൽ വെറുതെ പോയി നിൽക്കല്ല. അല്ലാഹുവിന്റെ കുറേ ചോദ്യങ്ങളുണ്ട്, അതും നീ അറിയണം. വമൻ അലിമ അന്നഹു മസ്ഊൽ, അല്ലാഹുവിന്റെ ചോദ്യങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഫൽയുഇദ് ലിസ്സുആലി ജവാബാ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുക്കി വെച്ചോ. ഇതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ. അവൻ പോയി, ഞാനും പോകാനുള്ളവനാ. അപ്പൊ ഞാൻ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കും. അപ്പൊ റബ്ബിന്റെ ചില ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ മറുപടി പറയണം. ആ ഒരുക്കം എന്നിൽ വേണം. നീ ഒരുങ്ങി, ഞാൻ ഒരുങ്ങ്. അതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ. ഈ ഉപദേശം കൊടുത്തപ്പോ വഖദ് അസിറതു ഫീഹി ഹാദിഹിൽ മൗഇദ, ഈ ഉപദേശം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ഫമൽ ഹീല, ഞാൻ എന്താ ചെയ്യേണ്ടത്? 60-ലെത്തി, എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊന്നും വലിയ ബോധമൊന്നുമില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ കൊടുത്തൊരു ഉപദേശമുണ്ട്, അത് നമുക്കൊക്കെ ഉള്ളതാ, പരിഹാരമാണ്. അള്ളാന്റെ ദീന് പരിഹാരമുള്ള ദീനാണ്. എന്താ പരിഹാരം? ഫുദൈൽ ഇബ്നു ഇയാദ് പറയാണ്, യസീറ, വളരെ ലളിതമായ മാർഗം, നിനക്കത് സ്വീകരിച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മാഹിയ, എന്താണത്? ഫുദൈൽ ഇബ്നു ഇയാദ് പറയാണ്, അഹ്സിൻ ഫീമാ ബഖിയ, 60 എത്തിയല്ലോ, ബാക്കിയുള്ളതിൽ നീ നന്നായി ജീവിക്ക്. ഇനി കളവ് പറയണ്ട, ഇനി ഹറാമ് കാണണ്ട, ഇനി ഹറാമ് കേൾക്കണ്ട, ഇനി ഹറാമ് സമ്പാദിക്കണ്ട, ഇനി നമസ്കാരം ഒഴിവാക്കണ്ട, ഇനി ജമാഅത്ത് തെറ്റണ്ട. കണ്ടോ? അഹ്സിൻ ഫീമാ ബഖിയ, ഇത് നമുക്കൊക്കെ ഉള്ളതാ. 50-ലും ഇപ്പൊ 60 തന്നെ ആണോന്നുമില്ല, 40 ആയാലും മതി. കാരണം 20-ലുള്ളവരാ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാം അങ്ങോട്ട് നന്നാകുക, അതാണ്. അഹ്സിൻ ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മളാ വ ബഖിയ. അങ്ങനെ നീ ചെയ്താൽ കഴിഞ്ഞതും അല്ലാഹു പുറത്തു തരും, വരാനുള്ളതും അല്ലാഹു പുറത്തു തരും. അതെന്താ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തിന്മ ചെയ്ത് ജീവിച്ച് തൗബയുടെ മനസ്സോടുകൂടി നന്നായി ജീവിച്ചാൽ ചെയ്ത തിന്മകളെപ്പോലും അത് നന്മകളാക്കി മാറ്റും. അത് റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇനി അങ്ങോട്ട് നന്നായിക്കോ, പഴയതൊക്കെ അല്ലാഹു തആല ഒഴിവാക്കി തരും.
ഫഇന്നക ഇൻ അസഅത ഫീമാ ബഖിയ. അല്ല, ഇനി 60 മുതലും തെറ്റ് തന്നെയാണോ, പാപങ്ങൾ തന്നെയാണോ, വേണ്ടാത്തതാണോ? കഴിഞ്ഞതിന്റെ പേരിലും പിടിക്കും, ഇനി വരാനുള്ളത് പിടിക്കപ്പെടും. അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പം മുതൽ നന്നായി ജീവിക്കാം, അല്ലേ? പണ്ട് പലതും അതുണ്ടാകാം എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെ? സാമ്പത്തികമായി മറ്റു ഏത് നിലക്കും നമ്മുടെ എല്ലാ വ്യക്തി ജീവിതത്തിലും വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ റബ്ബ് ഗഫൂറാണ്, അവൻ തവ്വാബാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. പാപം പൊറുക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവൻ, ഇതെല്ലാം വിശേഷങ്ങൾ റബ്ബിന് പറഞ്ഞു. ആ റബ്ബ് വിളിച്ചു പറഞ്ഞില്ലേ, യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പാപത്തിൽ അതിര് കവിഞ്ഞ അടിമകളെ നിരാശപ്പെടണ്ട. എന്തെല്ലാം ആയത്തുകൾ, ഏതെല്ലാം രൂപത്തിൽ. തൗബ ചെയ്യുന്നവൻ ഞാൻ പുറത്തു കൊടുക്കുന്ന ഗഫാറാണ്, ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാ. അപ്പൊ ഇപ്പം നന്നായി നന്നാകന്റെ ഒന്നാമത്തെ തുടക്കം എന്താ? കഴിഞ്ഞു പോയത് പിന്നെ ഒരു എന്താ പറയാ, മനസ്സിന് വിഷമം തോന്നുക, അതിലേക്ക് മടങ്ങൂലാൻ തീരുമാനിക്കുക. കഴിഞ്ഞു പോയത് തൗബ ചെയ്യുക. ഇനി ഇന്നലെ വരെ ഞാൻ ഇപ്പോൾ ളുഹാ നിസ്കരിച്ചിട്ടില്ല, നാളെ മുതൽ ഇന്ന് മുതൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങുക. അതേ പരലോകത്തുണ്ടാവുള്ളൂ. ഇന്നലെ വരെ ഞാൻ നല്ല മാർഗത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല, ഇന്ന് മുതൽ ഇന്ന് 10 രൂപ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കും. ഇന്ന് 1000 പറ്റുമോ? അത് കൊടുക്ക്. എനിക്ക് ഇന്നലെ ചൊല്ലാത്തൊരു ദിക്ർ ഇന്ന് ചൊല്ലട്ടെ ഞാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എന്ത് പ്രതിഫല പറഞ്ഞത്! തുലാസി ഗാനം തൂങ്ങാൻ ഇത്ര വലുത് വേറില്ല. ഇന്നലെ വരെ ചൊല്ലിയിട്ടില്ല, ഇന്ന് എത്ര തവണ ചൊല്ലി നമ്മൾ? ഞാൻ ചോദ്യം ചെയ്യല്ലോ. ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞില്ലേ, ആ അടിസ്ഥാനത്തിൽ പറയാ. ഇന്ന് നമ്മൾ എത്ര ചൊല്ലി? വെള്ളിയാഴ്ച ഓതാത്ത ആളുകളും ഓതിയ ആളുകളെയാണ് നമ്മൾ എടുത്താൽ. ഓതാത്തവരെ ആക്ഷേപിക്കല്ല, നമ്മൾ ചിന്തിക്കുക. ഹാസിബു ഖബല അൻ തുഹാസബു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇന്ന് വെള്ളിയാഴ്ച നിലയ്ക്ക് എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി? എന്ന് പറഞ്ഞു. അതിനാണ് ഇനിയുള്ളത് നന്നാക്കുക എന്ന് പറഞ്ഞത്. അതൊന്നുമില്ല. ഒരു ഹവയിലുള്ള ജീവിതമാണോ? എന്ന് പറഞ്ഞില്ലേ, അവൻ അശ്രദ്ധയിലാണ്, അവഗണനയിലാണ്. പക്ഷെ അത് മനസ്സിലാക്കുന്ന ദിവസം വരും. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ആ ദിവസത്തെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, ബന്ധുമിത്രാദികൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾക്കും മറ്റും അടിമപ്പെട്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ആശ്വാസവും ആയാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം രാജ്യങ്ങളിൽ പലതരത്തിലുള്ള ഫിത്നകളും ഫസാദുകളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ വരാതെ എല്ലാതരം ഫിത്നകളെയും അല്ലാഹു തആല അടക്കി ഒതുക്കി നിയന്ത്രിച്ച് നിർത്തിത്തരുമാറാകട്ടെ. സമാധാനം, സന്തോഷം മുസ്ലിം ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ത്വയ്യിബ് ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مع الأبرار. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم حاسبنا حسابا يسيرا. اللهم يسر لنا حسابنا. اللهم اعط كتبنا في أيماننا. اللهم ثقل موازيننا. اللهم ثبتنا على الصراط. اللهم إنا نسألك الفردوس الأعلى. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. صلى الله عليه وسلم.